അങ്ങ് ഉടഞ്ഞു പോയല്ലോടി. ഉടഞ്ഞു പോവാൻ ഞാൻ എന്താ +2 പരിസിന്റെ ശില്പമാണോ? അത് കൊള്ളാലോ. നിന്റെ അമ്മ നിന്നെ ഗ്രൂം ചെയ്ത് വിട്ടാണോ ഈ കൗണ്ടർ ഇവിടെ അടിക്കാൻ വേണ്ടി? വിശേഷമൊന്നും ആയില്ലയോ? എന്തുവാ? അല്ല 6 മാസമായാലും കല്യാണം കഴിഞ്ഞിട്ട് വിശേഷമൊന്നും ആയില്ല എന്ന് ചോദിച്ചത്. അല്ലേ ഈ നാട്ടുപുറത്തുള്ള നിങ്ങളെ പോലുള്ള അമ്മമാർക്കുള്ള സ്വഭാവം കല്യാണം കഴിഞ്ഞിട്ട് വിശേഷം ആയില്ലയോ? 2 വർഷം കഴിഞ്ഞിട്ട് മതി ഞങ്ങളുടെ തീരുമാനം. ആണ്ട് കിടക്കുന്ന പുളിക്കാച്ചി ഇപ്പോഴത്തെ പിള്ളേർ ഒരു കാര്യം കേട്ടോ, 2 വർഷം കഴിഞ്ഞ് മതി പിള്ളേരെന്ന്. എടി നിന്റെ ഈ പ്രായത്തിൽ എനിക്ക് 4 പിള്ളേർ. 4 പിള്ളേരോ? 12 പിള്ളേരെന്ന് പറയാൻ നിന്ന എല്ലാ വ്യത്യാസം 12, 13 അടിച്ചു കഴിഞ്ഞാൽ ക്ലീശ അടിക്കത്തില്ലയോ? അതുകൊണ്ട് ഞാൻ 4 ഒതുക്കിയത്. എന്നാലും പങ്കജാന്റി 4 പിള്ളേരെന്നൊക്കെ പറയുമ്പോ കല്യാണം കഴിക്കാൻ എന്റെ താമരട്ടെ 3-ാം ദിവസം എന്റെ കയ്യെ കയറി പിടിച്ചു. അവിടെ നിന്ന് പറഞ്ഞാണ് പൊടിമോൻ ഇങ്ങനെ മുട്ടുകാലം നടക്കുന്ന സമയത്താണ് അങ്ങനെ എന്നെ ഒന്ന് വട്ടം പിടിച്ചത്. അതാണ് വത്സല. അത് കഴിഞ്ഞിട്ട് ഇയാൾ ഇങ്ങോട്ട് വന്നിട്ട് എന്നെ സൂക്ഷിച്ചൊരു നോട്ടം, അതാ സുഷമ്മ. ഇത് ഞാൻ പറമ്പിൽ നിന്നപ്പോ എന്നെ വന്ന് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു നിങ്ങളുടെ പണി നോക്കി പോണെന്ന് പറഞ്ഞാണ് രമണി. അല്ല പങ്കജാലി, ഈ 4 പിള്ളേരൊക്കെ വളർത്താൻ ഭയങ്കര പാടായിരിക്കും ഇല്ലയോ? 4 പിള്ളേരെ വളർത്താൻ ഭയങ്കര പാടൊന്നുമില്ല. പക്ഷെ ഇതുപോലെ കള്ളക്കഥ ഉണ്ടാക്കി അടിക്കാൻ മുടിക്കാൻ അപ്പോഴത്തേനും അങ്ങ് പിണങ്ങി അങ്ങോട്ട്. അമ്മയമ്മയൊക്കെ എങ്ങനെയുണ്ട് അവിടെ? അമ്മായിയമ്മ അല്ല പങ്കജാന്റി, അമ്മ. സത്യം പറയാലോ, ഒരു സ്വന്തം മോളെ എങ്ങനാണോ നോക്കുന്നേ അതുപോലെ എന്റെ അമ്മച്ചി എന്നെ നോക്കുന്നത് കേട്ടോ. എന്റെ പ്രതീക്ഷയെല്ലാം കളയ വന്നല്ലേ. അല്ലാതെ അവരൊരു നാത്തുമ്പലുണ്ടോ കെടുമ്പിച്ച പെണ്ണ ചേച്ചി കല്യാണത്തിന് വന്നപ്പോ കണ്ടില്ലായിരുന്നോ? കണ്ടായിരുന്നു. ഞങ്ങള് നാത്തൂനും അല്ല, ഞങ്ങള് കൂട്ടുകാരിയാണ്. ഞങ്ങള് എടി പോടി ബന്ധം. എപ്പോ വന്നാലും എനിക്ക് എന്തെങ്കിലും മേടിച്ചോണ്ട് തരും കേട്ടോ, ഫ്രൂട്ട്സോ ഡ്രസ്സോ. ഭയങ്കര സ്നേഹം കേട്ടോ. എന്റെ മനസ്സങ്ങ് കലങ്ങി പോവാന്നല്ലേ. ഈ കെട്ടിയാണ് ഈ ചെറുക്കൻ എങ്ങനെയുണ്ട്? ആ ചെറുക്കനെ കാണുമ്പോ എന്തൊരു ഏനക്കേട് പോലെ ഉണ്ടായിരിക്കും. അരുണേട്ടനല്ലയോ? ഞാൻ ഇല്ലാത്തത് പറയാന്ന് വിചാരിക്കല്ലോ. ഇതുപോലെ സ്നേഹമുള്ളൊരു പക്ഷെ എന്റെ ഭാഗ്യം കേട്ടോ, എന്നെ കൈവെള്ളയിലാ കൊണ്ട് നടക്കുന്നത്. എന്തൊക്കെ സംഭവങ്ങൾ എവിടെയൊക്കെ പൊടിഞ്ഞു കിടപ്പുണ്ടാകാം. ഇല്ല, ഒരു കുഴപ്പമില്ല, ഒരു വിഷയമില്ല. ഈ പുതുമൊടിയൊക്കെ ആകുമ്പോ എന്തൊക്കെ ചെറിയ വിഷയം. എന്റെ പങ്കജാന്റി ഒരു വിഷയമില്ല, സന്തുഷ്ട കുടുംബം, സന്തോഷ കുടുംബമാണ്. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കി എടുക്കണെങ്കിൽ ഒരു കണ്ടന്റ് ഇല്ലാതെ നോക്കി കിടക്കുവാ ഞാൻ. എന്റെ അമ്മയുടെ കൂട്ടുകാരി ആ പ്രായത്തിൽ മൂത്താന്നൊന്നും ഞാൻ നോക്കത്തില്ല, പറഞ്ഞേക്കാം. കൈ കൊണ്ട് കാര്യം പറഞ്ഞു കേട്ടോ, എനിക്ക് ഇഷ്ടമല്ല. എന്താ കൂട്ടസ് കാണുമ്പോ എനിക്ക് കുശുമ്പാണ്. പ്രായത്തിൽ മൂത്താൻ നോക്കത്തില്ല, നാട്ടിയാണെങ്കിൽ വീട് ഞാൻ ഊഞ്ഞാലാന്നോ ഊഞ്ഞാലാന്നോ ഓലക്കാന്നൊന്നും ഞാൻ നോക്കത്തില്ല. ചുമ്മാ കയറി വന്നിട്ട്